പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നമ്മുടെ നാട്ടിലിപ്പോൾ മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ്. 27 തൊട്ട് കാലവർഷമൊക്കെ എത്തുമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ദേശീയ പാതകൾ അത് എത്രത്തോളം സുരക്ഷിതമാണോ എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലപ്പുറത്താവട്ടെ, കണ്ണൂരാവട്ടെ, കോഴിക്കോടാകട്ടെ ഒക്കെ ദേശീയ പാതകൾ ഇടിഞ്ഞു വീഴുന്നത് നിത്യേന പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി പരിശോധനകളൊക്കെ നടത്തുന്നു. അവർ റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ദേശീയ പാതകൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ഇനി ഹലോ മലയാളം സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വളരെ ആധികാരികമായി സംസാരിക്കാൻ ആർക്കിടെക്ട് ജി ശങ്കർ ചേരുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ശ്രീ ജി ശങ്കർ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ശ്രീ ശങ്കർ, ഈ പറഞ്ഞതുപോലെ ഈ മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂരൊക്കെ ദേശീയപാതകൾ ഇടിഞ്ഞു വീഴുകയാണ്. ഇതിൽ ജനങ്ങൾ പ്രതിഷേധം നടത്തുന്നു. അവർ ദേശീയപാതകൾ ഉപരോധിക്കുന്നു. ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അവർ അവിടെ എത്തുന്നു, പരിശോധനകളൊക്കെ നടത്തുന്നു, റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നു. ഇത് എന്തുകൊണ്ടാകും ശ്രീ ശങ്കർ ഈ ഒരു സമയം ദേശീയപാതകൾ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്നത്? അത് ഒരു ഈ തകരാറ്, തുടക്കത്തിലുണ്ടായ ഒരു തകരാറ്, അശാസ്ത്രീയമായ നിർമ്മാണം, അത് മാത്രമാണോ കാരണം? ഞാൻ ആമുഖമായിട്ട് ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാധ്യമ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ ചർച്ചകളിൽ പ്രധാനമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കലിൻ്റെയോ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അത് തെറ്റായ സമീപനം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം ഏത് രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു സ്വപ്നമാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചാര വേഗത, ഇതൊക്കെ ഏത് വികസനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇച്ഛയുടെ ഒരു വിജയത്തിലേക്കുള്ള ഒരു പ്രയാണം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. നമ്മളുടെ ദേശീയപാത നിർമ്മാണം നമ്മുടെ കാലാവസ്ഥയ്ക്ക്, നമ്മുടെ സാമൂഹിക കാലാവസ്ഥയ്ക്ക്, നമ്മുടെ മണ്ണിൻ്റെ പ്രകൃതിക്ക്, നമ്മുടെ ജലത്തിൻ്റെ പ്രകൃതിക്ക് ഒക്കെ അനുസരണം വേണം ഏത് നിർമ്മിതിയും ചെയ്യേണ്ടത്. റോഡാണെങ്കിലും പാലമാണെങ്കിലും അണക്കെട്ടാണെങ്കിലും വീടുകളാണെങ്കിലും ഈ പരിസ്ഥിതിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള, നമ്മുടെ മണ്ണുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് വേണം, അതിൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി വേണം ഏത് നിർമ്മിതിയും ചെയ്യേണ്ടത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യ ഘട്ടം തൊട്ട് പരാജയപ്പെട്ടു എന്നാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് വരുന്ന നമ്മളെ വിഹുലപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറയാം. ഇതിനകത്ത് വളരെ ലളിതമായിട്ട് ഇത് കാണരുത്. ഇതൊരു സൂചന മാത്രമാണ്. ഞാൻ ദുരന്ത മേഖലയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ലോകമെമ്പാടും സജീവമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ളത് ഇതൊരു സൂചന മാത്രമാണ്. ഓരോ ദുരന്തങ്ങളും നമുക്ക് പാഠങ്ങൾ പഠിപ്പിക്കണം. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ കൂടുതൽ വരുംകാല ദുരന്തങ്ങൾ ഭീകരമായിരിക്കും എന്ന് മാത്രം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഇത് നിങ്ങളെ ഒരു പേടി വിതയ്ക്കാനൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജനങ്ങളുമായിട്ട് ഇത് പങ്കെടുക്കുന്നത്. നമ്മുടെ വയൽ പ്രദേശങ്ങളിൽ നമ്മുടെ ഏരിയൽ വ്യൂ കാണുമ്പോൾ അറിയാം. ഈ കാഞ്ഞങ്ങാട് തൊട്ട് നമ്മുടെ കുരിയാട് സംഭവിച്ച വരെയുള്ള ആ സ്ട്രെച്ച്, അത് വളരെയധികം മണ്ണ് പൊക്കി ആണ് ഇതിൻ്റെ നിർമ്മിതി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ 2 ഭാഗത്ത് റീറ്റെയിലിംഗ് വാള്, അതിന് RE വാൾ എന്നാണ് പറയുന്നത്. ഇതൊരു പുത്തൻ ടെക്നോളജിയാണ്. അത് നല്ല സുരക്ഷിതമായ ടെക്നോളജി തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. അതിൽ ഈ മണ്ണ് നിറയ്ക്കുന്നതാണ് 30 അടിയോളം 35 അടിയോളം മണ്ണ് നിറച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, ഏത് നിർമ്മിതിയും എവിടെയാണ് ഭാരം അതിൻ്റെ എത്തുന്നത്, ആ ഭാരം സഹിക്കുന്നത് സർവം സഹയായിട്ടുള്ള ഭൂമി മാതാവാണ്. ആ ഭൂമി മാതാവിൻ്റെ നെഞ്ചിലേക്കാണ് നമ്മൾ ഈ ഭാരം കയറ്റി വയ്ക്കുന്നത്. അതിൽ കരുതൽ വേണം, ജാഗ്രത വേണം. ഈ എല്ലാ വിള്ളലുകളുടെയും മുമ്പിൽ നമുക്ക് കണ്ടൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കണ്ടിരിക്കുന്നു. അതെന്താണ് കണ്ടിരിക്കുന്നത്? റീറ്റെയിനിങ് വാളിന് താഴെയുള്ള മണ്ണ് താഴ്ന്നിരിക്കുന്നു. അങ്ങനെയാണ് വിള്ളലുകൾ സ്ഥാപിക്കുന്നത്. അതിന് തൊട്ടടുത്ത് മൺകൂനങ്ങൾ ഫോം ചെയ്തു വരികയാണ് എല്ലായിടത്തും. ഈ വലിയ കുരിയാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മൺകൂനകൾ, ഈ താഴ്ന്ന സ്ഥലത്തിനപ്പുറം മൺകൂനുകൾ. അപ്പോൾ താഴ്ന്ന കുറേ ഭൂമി താഴ്ന്നു, ആ ഭൂമി മറ്റൊരിടത്ത് പൊങ്ങി വരുന്നു. അതാണ് വയൽ മണ്ണിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം. നമ്മുടെ മണ്ണ് നമുക്ക് മാത്രം അറിയാവുന്ന മണ്ണാണ്. നമ്മുടെ ക്ലേയ് സോയിലിൻ്റെ അതിൻ്റെ സ്വഭാവങ്ങൾ, അതിൻ്റെ ഭാരം വഹിക്കാനുള്ള സ്വഭാവങ്ങൾ, ഇതിൻ്റെ പ്രോജക്റ്റ്, അതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിന് DPR പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ
നമ്മുടെ എൻവയോൺമെന്റ് കൺട്രോൾ നിയമം ഇതിന് ബാധകമല്ല എന്ന് അതിലേക്ക് പറയുന്നു. വരികയായിരുന്നു ശ്രീ പക്ഷേ ശങ്കർ. കാരണം എന്നാലും കഴിഞ്ഞ മാർച്ചിൽ ഈ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റോഡ് അപകടങ്ങൾക്കുള്ള കാരണം പോലും അത് തുടങ്ങുന്നത് DPRൽ നിന്നാണെന്ന് അദ്ദേഹം രാജ്യസഭയിൽ പറയുകയുണ്ടായി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങിപ്പോൾ അവസാനിപ്പിച്ച കൂരിയാട് പോലെ സ്ഥലം ഇപ്പോൾ ഒരു പാടത്തിന് മുകളിലൂടെ ഒരു റോഡൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാവണം എന്ന കാര്യം DPRൽ തന്നെ പറയേണ്ടതല്ലേ? അപ്പോൾ തുടക്കത്തിൽ ഈ പിഴവ് സംഭവിക്കുന്നത് തന്നെ DPRൽ നിന്നല്ലേ? 100%. നമ്മളെ ഒരു ഏത് നിർമ്മിതിയാണെങ്കിലും ഇപ്പം ഞാൻ ഒരു ആർക്കിടെക്ട് എന്നുള്ള കെട്ടുന്നത് നമ്മൾ മണ്ണിൻ്റെ ഘടന പരിശോധിച്ചിട്ട് ആ മണ്ണിൻ്റെ ഘടനയ്ക്കനുസരിച്ചുള്ള നമ്മുടെ അടിസ്ഥാനമാണ് നമ്മൾ അതിൻ്റെ പുറത്താണ് ഈ കെട്ടിടങ്ങളെല്ലാം പണിയുന്നത്. അതുപോലെ ഏതാണെങ്കിലും പാലമാണെങ്കിലും റോഡാണെങ്കിലും ഇങ്ങനത്തെ ഒരു നിർമ്മിതിയുടെ ഘട്ടമുണ്ട്. അതിൽ നമ്മൾ DPR പ്രിപ്പറേഷൻ, ഇതിൻ്റെ എൻജിനീയറിംഗ് ഡിസൈൻ, ഇതിൻ്റെ വർക്ക്മാൻഷിപ്പ്, ഇതിൻ്റെ എക്സിക്യൂഷൻ, ഇതിലൊക്കെ നമ്മൾ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിള്ളലുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ DPR പ്രിപ്പറേഷനിൽ കേരളത്തിൻ്റെ അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ റോഡ് നിർമ്മാണത്തിന്, ദേശീയപാത നിർമ്മാണത്തിന് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ച ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഓരോ ഭൂപ്രകൃതി അനുസരിച്ച് വേണം ഈ നിർമ്മിതികൾ ഉണ്ടാവേണ്ടത്. ഇതെല്ലാം നിരപ്പായിട്ട് ഇത്രയും പൊക്കിയൊന്നും വേണമെന്നില്ല. നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ചൊക്കെ തന്നെ വേണം ചെയ്യുവാനായിട്ട്. ദേശീയപാതയ്ക്ക് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. സ്പീഡിലെത്തണം, ഇതിൻ്റെ എനർജി ഇങ്ങനെ സേവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ സ്പീഡ് മാത്രമല്ല വികസനം, അതോടൊപ്പം തന്നെ കരുതലോടുകൂടിയുള്ള വികസനം എന്നുള്ള ഇത് നമ്മൾ മറന്നു പോയിക്കൊണ്ടുള്ള DPR ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ DPR ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ കേരളവുമായിട്ട് ബന്ധമില്ലാത്ത, കേരളത്തിൻ്റെ കാലാവസ്ഥയുമായിട്ട് ബന്ധമില്ലാത്ത, ഡിസാസ്റ്റർ റെസിലിയൻസിനെ കുറിച്ച് കേൾക്കാത്ത, കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഒട്ടും അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഉള്ളൊരു കരുതലോടുകൂടി ജാഗ്രതയോട് നിഗമനം ഞാൻ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇത് പരിപ്രേക്ഷ്യ നിർമ്മിതിയാണ്. ഈ പരിപ്രേക്ഷ്യ നിർമ്മിതി DPR എന്ന് പറയുന്ന ഒരു പരിപ്രേക്ഷ്യ നിർമ്മിതിയാണ്. അതിൻ്റെ പുറത്താണ് നമ്മൾ തീർച്ചയായിട്ടും റോഡിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. അപ്പം എല്ലാ ഘട്ടത്തിലും നമ്മുടെ മണ്ണിൻ്റെ ഒരു ഘടന മനസ്സിലാക്കുവാനായിട്ട് പരാജയപ്പെട്ടു. എനിക്ക് അതിൽ കൂടുതൽ പരാജയപ്പെട്ടത് എനിക്ക് തോന്നുന്നത് ഈ കോമ്പാക്ഷന് പോലും ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മുടെ അതിനകത്തുള്ള മണ്ണ് ഏത് തരം മണ്ണാകണം. കാരണം ഞാൻ ഒരു മദ്രാസിൽ പോയിട്ട് ഒരു പരിസ്ഥിതി കോർട്ടിൽ പോയിട്ട് ഈ ദേശീയപാത നിർമ്മാണവുമായിട്ട് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന് മുമ്പിലുള്ള ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ചോദ്യം ഉയർത്തിയിരുന്നു. അത് ഹൈക്കോടതി ഈ എൻവയോൺമെൻറ്റൽ കോർട്ട്, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു കോർട്ട് അത് അംഗീകരിക്കുകയും ചെയ്തു. എന്താണ് കേരളത്തിലെ ഈ ഫില്ല് ചെയ്യുന്ന മണ്ണ്, അത് അവിടെ തിരുവനന്തപുരത്ത് ഫില്ല് ചെയ്ത മണ്ണ് കിയോലിൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള സെറാമിക് അടങ്ങിയിട്ടുള്ള മണ്ണ് കൊണ്ടാണ് അത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. അതിനെതിരായിട്ട് മലയിടിക്കുന്നതിനെതിരായിട്ട് അവിടെ മരണം പോലും നടന്നു. വളരെ അശാസ്ത്രീയമായിട്ട് മലയിടിക്കുക, അതിൻ്റെ മണ്ണെടുത്ത് കോൺട്രാക്ടറിന് കൊടുക്കുക, അത് ഭരണകൂടം അതിന് ചുക്കാൻ പിടിക്കുന്ന പോലെയുള്ള വളരെ ശങ്കർ, ഈ വയഡക്റ്റാണ് കുരിയാട്ട് ഉചിതമെന്ന് നേരത്തെ ഒരു നിർദ്ദേശമൊക്കെ ഉയർന്നതാണ്. പക്ഷേ അത് വേണ്ട, ചെളിയിട്ട് രണ്ട് വശത്തും കല്ല് പാകിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ പാളിപ്പോയില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഈ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഈ പൊളിഞ്ഞു വീണ സ്ഥലത്തെത്തി പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ മുന്നിലുള്ള വഴികൾ എന്തായിരിക്കും? ഞാൻ പറയട്ടെ, ഇത് സ്വാഭാവികമായ നീരൊഴുക്ക് തടയുന്ന ഒരു നിർമ്മിതിയും അനുവദിച്ചുകൂടാ. അതാണ് അതിൻ്റെ പരിഹാരം. സ്വാഭാവികമായ നീരൊഴുക്ക് എങ്ങനെ നമുക്ക് അത് രണ്ടാമത് പുനഃസൃഷ്ടിക്കാം? രണ്ടാമത് ദുർബലമായി പോയ ഈ രണ്ട് പാതയുടെ രണ്ട് സൈഡിലുമുള്ള റീറ്റെയിനിങ് വാൾ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. അതിനെ എങ്ങനെ നമുക്ക് ബലപ്പെടുത്തുവാനായിട്ടുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ, സ്വാഭാവിക നീരൊഴുക്ക് ഇനിയും അവിടെ വെള്ളം കെട്ടി ഇനിയും താഴും, അതിനുള്ള എന്താണ് ബദൽ പോംവഴികൾ, എഞ്ചിനീയറിംഗ് പോംവഴികൾ ഒരുപാടുണ്ടാവും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടാതെ പോകാനായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ഉള്ള റീറ്റെയിനിങ് വാളുകൾ നമ്മൾ ബലപ്പെടുത്തണം. ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായിട്ട് ദൂരീകരിക്കുന്ന രീതിയിൽ, ആശങ്കയുടെ ഭീതിയിലാണ് ഒരു 100 കിലോമീറ്ററോളം നീളമുള്ള ഈ ദേശീയപാതയുടെ രണ്ട് സൈഡിലും താമസിക്കുന്നവർ. അപ്പം അത്തരം കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാൻ സമയമില്ല. മൺസൂൺ അടുക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ മൺസൂൺ കനക്കുമെന്നാണ്. ശ്രീ ശങ്കർ, ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിന് മുൻപ് ഈ ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ പാലങ്ങളും റോഡും ഒക്കെ തകർന്ന് വീഴുന്നത് നമ്മൾ കേട്ടിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ബീഹാറിൽ 15 പാലങ്ങളും റോഡുകളും ഒക്കെ തകർന്ന് വീഴുകയും അത് പിന്നെ നടപടിയിലേക്ക് കടക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ദേശീയപാതകൾ ഇടിഞ്ഞു വീഴുന്നത്. അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ 27 തൊട്ട് മൺസൂൺ വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു
പുനർനിർമ്മാണത്തിലേക്ക് അടക്കം പോവുകയാണെങ്കിലും ഈ മഴ മാറി നിൽക്കുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ഇനി വീണ്ടും ഒരു യാത്രാക്ലേശം ഈ ജനങ്ങൾ നേരിടേണ്ടി വരില്ലേ? കുറച്ച് നാൾ നേരിടേണ്ടി വരും. വലിയ അപകടത്തെക്കാളും പ്രകൃതി ദുരന്തത്തെക്കാളും എത്രയോ ഭേദമാണ്. ജീവൻ പൊലിയുന്നതിന് മാപ്പില്ല. ജീവൻ പൊലിയുന്നത് നമുക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഈ യാത്രാക്ലേശം നമുക്ക് ഒരുപക്ഷെ അംഗീകരിക്കാം, പക്ഷേ ഇതിനെ ബലപ്പെടുത്താതെ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് മാറും. ഇത് അടിയന്തരമായിട്ട് ബലപ്പെടുത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾക്ക് പകരം ഞാൻ സ്ഥലം പോയി കണ്ടിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇതിൻ്റെ വിള്ളലുകൾ ഉണ്ടായിരുന്നിടത്ത് ഈ ചെറിയ കമ്പികൾ ഉപയോഗിച്ച് പാച്ച് വർക്ക് ചെയ്യുന്ന സമീപനം അത് തീർത്തും തള്ളിക്കളയേണ്ടതാണ്. ആ പാച്ച് വർക്കിൽ നിൽക്കില്ല, ദുരന്തത്തെ ദുരന്തം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, വിള്ളലുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതിനെയാണ് പരിഹരിക്കേണ്ടത്. അതിൻ്റെ തൊലിപ്പുറത്തുള്ള ഈ പാച്ച് വർക്കല്ല, ജനങ്ങളെ കബളിപ്പിക്കലാണ്. അത് എഞ്ചിനീയറിംഗ് ദുരന്തങ്ങളിലേക്ക് കൂടുതൽ നയിക്കും എന്ന് മാത്രമേ എനിക്ക് പറയേണ്ടതുള്ളൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ ശങ്കർ, നമുക്കൊപ്പം ചേർന്നതിന്, ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന് അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം.